ശക്തമായ മഴയെ തുടർന്ന് വട്ടിയാംതോട് ടൗണിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ടൗണിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ഭാഗമായ ഗോഡൌണുകളിൽ വെള്ളം ഇരച്ചുകയറി ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നശിച്ചു. നമ്മളിവിടെ നമ്മുടെ ഇരിട്ടി താലൂക്കിൽ നിർമ്മൽ റൈസിൻ്റെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ജബൽ മിനി മാർക്കറ്റ്. നമ്മൾ ഓണമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് അധികം ലോഡ് ഇറക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ ഡെവൻ്റെ കുറച്ച് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമ്മുടെ ഒരു സഹോദര സ്ഥാപനമാണ് ജബൽ ട്രേഡേഴ്സ്. അപ്പോൾ ഈ രണ്ട് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ ഡെവൻ്റെ ഫുഡ് പ്രൊഡക്ട്സും നിർമ്മലിൻ്റെ ഫുഡ് പ്രൊഡക്ട്സും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് ഇറക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ആഘാതം കുറച്ച് അധികമാണ്. നമ്മൾ വെള്ളം ഇത്രത്തോളം നമ്മൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രത്തോളം ഈ വട്ടിയാംതോട്ടിൽ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. കാര്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു തീവ്രത കയറി വരുന്തോറും ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെട്ടു. പുറവിൽ പരിശോധിച്ച് അവരോട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളുടെ സാധനം മൊത്തം അങ്ങോട്ടേക്ക് മാറ്റിക്കോളാനുള്ള പെർമിഷൻ അവർ തന്നിരുന്നു. പക്ഷെ നമുക്ക് ഒരു ലോഡ് നമുക്ക് മാറ്റാൻ സാധിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ സാധിച്ചില്ല. വണ്ടി ലോഡ് കയറ്റി വെച്ചു, പക്ഷേ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മളൊരു 3 പാർട്ട്നേഴ്സാണ്, ശ്രീനി, നിതിൻ, പിന്നെ ഞാൻ. ശ്രീനി ഇത് കണ്ടപാടെ തന്നെ ഏതാണ്ട് ഒരു അവശനായിട്ടെങ്കിൽ ഇരുന്ന് പോയി. കാരണം അത്രയും ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങളിത് ലോഡ് ഇറക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ അതുകൊണ്ടോ ഈ അരി തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഓരോ നമ്മൾ കൈ വാരി എടുക്കുന്തോറും ഞങ്ങി പോകുന്നൊരവസ്ഥയിലേക്കാണുള്ളത്. അപ്പം എന്താ പറയുക, ഈ ഒരവസ്ഥ ഇനിയൊരാർക്കും വരാതിരിക്കട്ടെ. നമുക്ക് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അതിനുള്ള വേണ്ട നടപടികൾ ഒരുപാട് സാമ്പത്തിക ആക്കാതെ നമ്മളെ ഏക്കാത്ത രീതിയിൽ അധികൃതകൾ നമ്മളെ സംരക്ഷിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വരാനിരിക്കുന്ന ഓണവിപണി മുന്നിൽ കണ്ട് വ്യാപാരികൾ സംഭരിച്ചു വെച്ചിരുന്ന അരി ഉൾപ്പെടെയുള്ള ലോഡ് കണക്കിന് സാധനങ്ങളാണ് വെള്ളത്തിൽ കുതിർന്ന് പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ ഭീമമായ നഷ്ടമാണ് കണക്കാക്കുന്നതെന്നും വ്യാപാരി നേതാക്കൾ അറിയിച്ചു. പെട്ടെന്നുണ്ടായ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ ടൗണും സമീപത്തെ ഗോഡൌണും ഉൾപ്പെടെ വെള്ളത്തിലായിരുന്നു. വെള്ളം അതിവേഗം ഉയർന്നതോടെ സാധനങ്ങൾ വാഹനങ്ങളിൽ കയറ്റി സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സാവകാശം പോലും കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്നില്ല. ഏറെ പ്രതീക്ഷയോടെ ഓണം വിപണിയെ വരവേൽക്കാൻ കാത്തിരുന്ന വ്യാപാരികൾക്ക് വലിയ ആഘാതമാണ് ഈ ദുരന്തം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ വ്യാപാരി വ്യവസായ സമിതിൻ്റെ കണ്ണൂർ ജില്ല അതുപോലെ ഇരിട്ടി ഏരിയ നേതാക്കളാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ നടന്ന അതിഭീകരമായ വെള്ളപ്പൊക്കം വളരെയധികം നാശനഷ്ടം ഈ പ്രദേശത്ത് വട്ടിയാംതോട് അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രവർത്തകന്മാർ എല്ലാ സ്ഥലങ്ങളിലും തന്നെ പോയി അതിൻ്റെ റിപ്പോർട്ട് ശേഖരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ നമ്മൾ 3 ഷോപ്പിലും വലിയ വൻപിച്ച ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഷോപ്പ് റോയിച്ചേട്ടൻ ഷോപ്പ് തുടങ്ങിയിട്ട് 6 മാസമായുള്ളൂ. അപ്പോൾ അതിനകം തന്നെ അവർ മുടക്കിയ കാശ് മുഴുവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറമുള്ള 2 കടകളിലും ഏകദേശം 10-20 ലക്ഷം ഉറുപ്പ്യേൻ്റെ സുമാർ 20 ലക്ഷം രൂപ വെച്ചുള്ള നഷ്ടം. അരി ഗോഡൗണാണ് മുഴുവനായിട്ട് മുങ്ങി, നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മുഴുവനായിട്ടും ആ സാധനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവരെ ഒരു പ്രയാസത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം മേഖലകൾ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നറിയാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഭരണാധികാരികളും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും. ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടന നമുക്ക് ഇതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം മുതൽ സ്വാതന്ത്ര്യം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം, അതുപോലെ തീപിടുത്തങ്ങൾ, അതുപോലെ ഷോപ്പിന് എന്തെങ്കിലും ഭയങ്കരമായ കേടുപാടുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതി, സ്വാതന്ത്ര്യം പദ്ധതി എന്നൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗങ്ങളാവണമെന്നുള്ള അതിൻ്റെ ഒരു മാനദണ്ഡം. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കഴിയാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ ഇവർ നമ്മളെ സമിതിയിൽ അംഗങ്ങളായിട്ട് വന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറം ഉണ്ടായ കടകളിലെല്ലാം നമ്മൾ പോയി, അവിടെയെല്ലാം നമ്മുടെ അംഗങ്ങളാണ്, അവരെല്ലാം നമുക്ക് തീർച്ചയായും സഹായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സങ്കടങ്ങളിലും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അവർക്കുണ്ടായ പ്രയാസങ്ങളിലും നമ്മളും കൂടി പങ്കുചേരാനും വേണ്ടി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് നികത്തിയാൽ ഏതെല്ലാം തലത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം നികത്തിയാലും തീരാത്ത നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാൻ വളരെ ദാരുണമായ കാഴ്ചയാണ് അപ്പുറം കാണുന്നത്. ഓരോ സാധനങ്ങളും ഇങ്ങനെ ഒഴുകി റോഡിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അവരെ എത്ര തന്നെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അവരെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. എന്തായാലും
മാക്സിമം പരമാവധി ശ്രമിക്കും. നമ്മൾ അവർക്കൊന്ന് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സംഘടന എന്ന രീതിയിൽ പരമാവധി ശ്രമിക്കും. എന്നാൽ അതൊരു ആശ്വാസവാക്കെങ്കിലും പറഞ്ഞിട്ട് നമുക്കിപ്പം പോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലും പ്രാദേശികമായിട്ടുള്ള ഭരണകൂടങ്ങളും എല്ലാം തന്നെ ഇടപെട്ട് ഇവരെ സഹായിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സമിതി എന്ന സംഘടനയും വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടനയും ഇടപെടും. തീർച്ചയായും ആ ഒരു ഉറപ്പ് നമുക്ക് ഇവർക്ക് ഈ അവസരത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം പറയാനുള്ളൂ. വ്യാപാരികൾക്ക് അർഹമായ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു.